General Studies paper 4 deals with ethics, integrity, aptitude. മറ്റ് 3 ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ GS പേപ്പർ 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിലൊക്കെ പഠിച്ചു വരുന്ന ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 4ലേക്ക് എത്തുമ്പോൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കുറേയൊക്കെ സിമിലർ ആണ് എങ്കിലും ഒരു വ്യത്യാസമുണ്ട്, ഒരു ഡിഫറൻസ് ഓഫ് അപ്രോച്ച് ഉണ്ട്. എപ്പോഴും ആസ്പിറൻസിന് ഒരു ചെറിയ മിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പേപ്പറാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഡീൽസ് വിത്ത് എത്തിക്സ്, അപ്പോൾ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫേസ്, foundational aptitude and foundational values of civil service, emotional intelligence, attitude, philosophical basis of governance, ethics in public administration എന്നീ 5 ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്ന പേപ്പറിലുള്ളത്. ചിലപ്പോൾ അതൊരു ഡിഫറൻഷിയേറ്റർ പേപ്പറുമായി മാറാറുണ്ട്. കാരണം ചില ആസ്പിറൻസ് സ്കോർ റിയലി നൈസ്ലി, റിയലി ഹൈലി ഇൻ ദാറ്റ് പേപ്പർ. സം ആസ്പിറൻസ് സ്കോർ റിയലി ലോ ഇൻ ദാറ്റ് പേപ്പർ. സോ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ എത്തിക്സ് പേപ്പർ പലപ്പോഴും ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് മാറാറുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് 2-3 ഇയേഴ്സ് നമുക്കത് കാണാനും പറ്റാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടോപ്പേഴ്സ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വി ഹാവ് 2 toppers here. We have Alfred OV, who secured rank number 57, and we have Kiran PB, who secured rank number 100. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, we are going to look into an answer by Kiran PB, who secured rank number 100 this year. Kiran is slightly different from the normal aspirant in which that he was preparing 100%. He was preparing while he was working. അപ്പോൾ ഒരിക്കലും ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, വീക്കെൻഡ് ക്ലാസ്സിലാണ് ഇരുന്നിട്ടുള്ളത്. സോ ഹി ഹാഡ് വെരി ലിറ്റിൽ ടൈം ടു ഡു. സോ വാട്ട് എവർ ടൈം ഹി ഹാഡ്, ഹി വാസ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസിങ് ഇറ്റ്. അപ്പോൾ ആ ഒരു എഫിഷ്യൻസി കിരണിൻ്റെ ആൻസേഴ്സിൽ കൊണ്ടുവരാൻ കിരൺ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വൺ ഓഫ് ഹിസ് ആൻസേഴ്സ് ഇൻ എത്തിക്സ് പേപ്പർ 4. സോ വെൻ വി ലുക്ക് അറ്റ് ദിസ് ആൻസർ, ദിസ് ക്വസ്റ്റ്യൻ, ethics requires not just the rectitude to refuse wrongdoing, but also ethical discernment while making decisions. Results, rules, virtue form the basic ethical decision-making framework for resolving ethical issues. Explain how results, rules, and virtue contribute to ethical decision-making. So the question is huge. ബട്ട് ബേസിക്കലി എത്തിക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും ദേ വുഡ് ബി ബിഗ് ക്വസ്റ്റ്യൻസ്, പക്ഷേ അത് ചോദിക്കുന്നത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണ്, ഹൗ ഡു റിസൾട്ട്സ്, റൂൾസ് ആൻഡ് വെർച്യൂ കോൺട്രിബ്യൂട്ട് ടു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതിൽ 3 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. റിസൾട്ട്സ് ഉണ്ട്, റൂൾസ് ഉണ്ട്, വെർച്യൂ ആണ്. Before moving further, there is another thing about the ethics paper, which is that it is a very lengthy paper. സെക്ഷൻ A തിയറി ആണ്, സെക്ഷൻ B കേസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും എത്തിക്സ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഭയങ്കര ക്രഞ്ച് വരുന്നൊരു പേപ്പറാണ്. സോ എത്തിക്സ് എഴുതുന്ന ആസ്പിറൻസ് എപ്പോഴും ദേ വിൽ ട്രൈ ടു ബി വെരി ക്രിസ്പ്, വെരി ഡിറക്റ്റ് ആൻഡ് യൂസ് മിനിമം വേർഡ്സ് വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. സോ ദിസ് ഇസ് എ 10 marker 150 word question. Let's see how Kiran has answered this. First thing which we notice is he has straight away hit the question. ഒരു ഡീറ്റെയിൽഡ് ഇൻട്രോ അല്ല, ഇൻട്രോയ്ക്ക് പകരം ഹി ഹസ് ജസ്റ്റ് ഗോൺ സ്ട്രേറ്റ് അറ്റ് വാട്ട് ദി ടോപ്പിക്സ് ആർ. വാട്ട് ഡസ് ഹി മീൻ ബൈ റിസൾട്ട്സ്, വാട്ട് ഡസ് ഹി മീൻ ബൈ റൂൾസ്, വാട്ട് ഡസ് ഹി മീൻ ബൈ വെർച്യൂ. ഹി ഹസ് ഡിഫൈൻഡ് ദ 3 as his intro. And not wasting any time or any words whatsoever. And then he takes a specific area to write the examples of it. Writing examples has become very important in ethics. കാരണം എത്തിക്സിൽ ചിലപ്പോൾ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് യുവർ എക്സാമ്പിൾസ് ആൻഡ് ഹൗ യു യൂസ് വേർഡ്സ് വിച്ച് മേക്ക് യുവർ ആൻസർ സ്റ്റാൻഡ് ഔട്ട്. സോ കിരൺ ഇവിടെ ചെയ്തിരിക്കുന്നത്, കിരൺ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഹി ഹസ് ഡെഡിക്കേറ്റഡ് ഫോർ എക്സാമ്പിൾസ്. ആൻഡ് ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളാണ്. സോ റിസൾട്ട്സ്, ദി ഹാർഡ് വർക്കിംഗ് എംപ്ലോയി ഗെറ്റ്സ് എ പ്രൊമോഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് എഫർട്ട്. ഇറ്റ്സ് എ റിസൾട്ട്. Okay. Virtue, the king was very kind to his people and they appreciated his many virtues. So വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമ്പിളാണ്. ഇത് നമ്മൾ കൊച്ചിലത്തെ കഥകൾ കേട്ടുള്ള എക്സാമ്പിൾ പോലെയാണ്. ആ വളരെ ബേസിക് ആയിട്ട് റിലേറ്റബിൾ ആയിട്ടൊരു എക്സാമ്പിളാണ് ഇതിരിക്കുന്നത്. നോട്ട് a high fund example, not very big, ആലോചിച്ചുണ്ടാക്കേണ്ട അല്ലെങ്കിൽ ഒരു വലിയ ബുക്ക് വായിച്ച് കിട്ടേണ്ട ഒരു എക്സാമ്പിൾ അല്ല. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ എക്സാമ്പിൾ which is written, which anyone can simply read and go through. And then he comes to the question, decision making about ethics. And ethical decision making, again, he uses or he explains it
explains the three parts. അതായത് ethical decision making എങ്ങനെയാണ് റിസൾട്ട്സും റൂൾസും വെർച്യൂവും വരുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ് എന്നുള്ളത് ഈ ഒരു പാർട്ടിൽ ഹീസ് എക്സ്പ്ലെയിൻഡ് ഇറ്റ്. ആൻഡ് ഇത് ഫുൾ ഒരുമിച്ച് കൊണ്ടുവരാൻ ഹി യൂസസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ ഓഫ് എൻ ഓഫീസർ helping an elderly couple ineligible for a scheme to get an exemption through the right channel. സോ അതിൻ്റെ അകത്ത് റിസൾട്ട് എങ്ങനെ കൊണ്ടുവരുന്നു, റൂൾ എങ്ങനെ കൊണ്ടുവരുന്നു, റിസൾട്ട് ബെനിഫിറ്റിംഗ് ദ കപ്പിൾ, റൂൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, വെർച്യൂ സർവീസ് മെൻറ്റാലിറ്റി. എങ്ങനെയാണ് ഒരു ഓഫീസർ ഒരു എൽഡർലി കപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ റിസൾട്ട്, റൂൾ, വെർച്യൂ, എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. സോ ഹി ഈസ് യൂസിങ് ദറ്റ് എക്സാമ്പിൾ ബ്രില്യൻ്റ്ലി ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് ആൻഡ് ഒരു കാര്യം കൂടെ ഈ എക്സാമ്പിളിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓഫീസർ ഹെൽപ്പിംഗ് എൻ എൽഡർലി കപ്പിൾ ടു അച്ചീവ് ഓർ ടു ഗെറ്റ് എ സ്കീം. ഇത് UPSC തന്നെ ഇതിനു മുന്നേ 2 or 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. UPSC പേപ്പറിൽ നിന്നാണ് കിരണി എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. സോ യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ എനിവെയർ ടു ഫൈൻഡ് ഇറ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ തന്നെ UPSC പേപ്പറിൽ നിന്നാണ് കിരണി എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഹൗ ക്യാൻ ഐ യൂസ് ഇറ്റ്? ഐ യൂസ് ഇറ്റ് എൻ എക്സാമ്പിൾ ഹിയർ. ആൻഡ് അതിൽ നിന്ന് റിസൾട്ടും റൂളും വെർച്യൂവും കിരൺ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ ഹി ഹസ് മാക്സിമൈസ്ഡ് വാട്ട് എവർ ലിറ്റിൽ ടൈം ഹി ഹസ് ടു ലേൺ ആൻഡ് എഫിഷ്യൻ്റ്ലി യൂസ് ആൻഡ് യൂട്ടിലൈസ്ഡ് വാട്ട് എവർ ഹി ഹാസ് ഇൻ ടു ദ പേപ്പർ. അപ്പോൾ ജസ്റ്റ് ആഡിങ് വൺ മോർ, പലപ്പോഴും പ്രീവിയസ് ഇയർ ടോപ്പേഴ്സ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ വർഷത്തെ കേസ് സ്റ്റഡിയിൽ നിന്ന് തന്നെ സെക്ഷൻ എയിൽ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ എയിൽ അവർ യൂസ് ചെയ്യുന്ന പല തിയറിയും അവർ സെക്ഷൻ ബിയിലേക്ക് കൊണ്ടുവന്നിട്ടുമാണ്. ദിസ് ഇസ് സംതിങ് ദ എത്തിക്സ് ടോപ്പേഴ്സ് ഐ ഹവ് സീൻ റെഗുലർലി ഡൂയിങ്. സോ ദാറ്റ് ഇസ് Kiran's answer for GS paper 4. And next I would like to welcome Mr. Anton, who is the mentor for Alfred, to look into how Alfred has answered one of the ethics questions. Thank you, Muni, for giving insights into Kiran's approach to GS4. നമുക്കിനി ആൽഫ്രഡ് എങ്ങനെയാണ് എത്തിക്സ് പേപ്പർ അപ്രോച്ച് ചെയ്തത് നോക്കാം. So the question for the day is, ethics is a world of values and morals, while administration is a world of decisions and actions. How do you think ethics informs and enriches administration despite the differences in subject matter? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൽഫ്രഡ്, ഞാൻ നേരത്തെ ഒരു സെഷനിലും പറഞ്ഞിരുന്നു, ആൽഫ്രഡ് ക്വസ്റ്റ്യനിലെ വേർഡ്സ് മാക്സിമം ആൻസറിൽ കൊണ്ടുവരാൻ നോക്കും. ഇപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ വേർഡ്സ് എങ്ങനെയാണ് ആൻസറിലും കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് എത്തിക്സ് എന്താണെന്നൊരു സിമ്പിൾ സെൻറ്റൻസിൽ പറയുന്നു, അല്ല, ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. ദെൻ ഹി ഗോസ് ഓൺ ടു സേ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ morals and values such as honesty, integrity. See, morals and value questionilundu, he has repeated that again in his answer. Pinne administration is a world of decisions and actions. Adhe decision and action answer la veendum vannittundu. Adutha statement, ethics informs and enriches administration. Next subheading thanne, ethics informing and enriching administration despite the difference in subject matter. Question അതേപോലെ എടുത്ത് സബ്ഹെഡിങ് ആക്കിയിരിക്കുകയാണ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് വെരി ഡയറക്റ്റ് ആൻഡ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ വേർഡ്സ് നമ്മൾ മിമിക് ചെയ്യുക എന്നുള്ളത്. ആഫ്റ്റർ ഫ്രെയിമിംഗ് ദ സബ്ഹെഡിങ്, ഹി ഗോസ് ഓൺ ടു ലിസ്റ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ചെറിയ ഡയഗ്രാം വരച്ചിട്ട് പെട്ടെന്ന് ആ ഡിഫറൻസസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് ഇൻ്റർനാഷണൽ റിലേഷൻസ്, ലോ ആൻഡ് ഓർഡർ, ലെജിസ്ലേഷൻസ്, അല്ലേ, ഇതെല്ലാം നമുക്കറിയാവുന്ന പോയിന്റ് പെട്ടെന്ന് ഒരു ഡയഗ്രത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് മുനി നേരത്തെ പറഞ്ഞതുപോലെ എത്തിക്സിൻ്റെ ക്വാളിറ്റി ഓഫ് ആൻസർ എപ്പോഴും എൻറിച്ച് ചെയ്യുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് യുവർ എക്സാമ്പിൾസ് ദാറ്റ് ഫെച്ചസ് യു great marks in ethics. So let's see how he has done it. So first തന്നെ എത്തിക്സിൽ ഡിസ്ക്രിഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. അപ്പം ഒരു പോളിസി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ എടുക്കുമ്പോൾ ഹൗ ഡിസ്ക്രിഷൻ കംസ് ഇൻ ടു പിക്ചർ ആൻഡ് ഹൗ എത്തിക്സ് ഹെൽപ്സ് ഹിം ടു ഗൈഡ് ദാറ്റ് ഡെസിഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹൗ ഹി വിൽ അപ്ഹോൾഡ് ദ സ്പിരിറ്റ് ഓഫ് ലോ ഇൻ ടൈംസ് ഓഫ് ഡിസ്ക്രിഷൻ. ലെറ്റ്സ് സേ ഒരു ഇൻകം ടാക്സ് ഓഡിറ്റ് ഉണ്ട് ഒരു റിലേറ്റീവിൻ്റെ ഹൗസിൽ. സോ ദെൻ how he will do it എന്നുള്ളതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനാരിയോ ആണ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് മേക്കിംഗ് കമ്പാഷനേറ്റ് ഡെസിഷൻസ്. ലെറ്റ്സ് സേ ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ട്രൈബ്സ്,
he'll ensure that tribal rights are protected. That's again a very relevant example. Third example is from the sphere of international relations. ആദ്യം ആ ഡയഗ്രത്തിൽ ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ ആംഗിൾ കൊണ്ടുവന്നിരുന്നു. ആൻഡ് ദെൻ third example also he brings in the same angle. He uses the example of how India stood by the cause of Palestine even against the pressure from superpowers. And then he speaks about public trust in the system, ensuring efficiency and equity, and then he brings in a couple of examples to drive from the same point. And then നമ്മൾ കൺക്ലൂഷനിലേക്ക് വരാണ്. കൺക്ലൂഷൻ അഗെയിൻ ഒരു ജനറിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ടൈയിങ് അപ്പ് ദ ടു പാർട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഹി സേസ് ഡിസ്പൈറ്റ് വേരിയിങ് സബ്ജക്ട് മാറ്റർ, ethics acts as a guiding light in informing and enriching the whole process. Again, ആ informing and enriching എന്നുള്ള വാക്ക് വീണ്ടും കൺക്ലൂഷനിലും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. That's how he approached the whole ethics paper.